ഹലോ 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 കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഉണ്ട്. ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ. മുമ്പ് ലൈവ് ക്ലാസ്സിന് കയറി ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സ്ഥിരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും? മുമ്പത്തെ ക്ലാസ്സിനോ അതിന് മുമ്പത്തെ ക്ലാസ്സിനോ കയറിയവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ. പുതിയതായിട്ട് ക്ലാസ്സിന് കയറിയവരാണോ അധികം ഉള്ളത്? അതെ. 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 ഓക്കെ. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണമോ എന്തെങ്കിലും കഴിച്ചിട്ട് മാത്രമേ എക്സസൈസ് ചെയ്യാവൂ. ഇപ്പം നോമ്പ് സമയമാണ്. മുസ്ലിങ്ങൾ ആരെങ്കിലും ഈ സമയത്ത് ലൈവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കേണ്ടതില്ല. ലൈവായിട്ട് കണ്ടാൽ മതി. അങ്ങനെ കാണണമെന്ന് നിർബന്ധമില്ല. ഈ സമയത്ത് ജോലി എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ജോലിക്ക് പോവാം. അടുക്കള ജോലി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പോവാം. ട്രെയിനറുടെ അടുത്ത് പറഞ്ഞാൽ മതി. ട്രെയിനർ അതിൻ്റെ ലിങ്ക് അയച്ചു തരും. ഇപ്പം നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് ചെറുതായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് മാത്രം എക്സസൈസ് ഇത് നോക്കി ചെയ്താൽ മതി. അതായിരിക്കും നോമ്പിൻ്റെ സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു രീതി കേട്ടോ. അപ്പോൾ ഇപ്പം മുസ്ലിങ്ങൾ ആരെങ്കിലും നോമ്പ് വെച്ചിട്ട്, മുസ്ലിങ്ങളെന്നല്ല, നോമ്പ് വെക്കുന്ന ആരെങ്കിലും ലൈവായിട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ. കാരണം ഫാസ്റ്റിങ്ങിലിരിക്കുകയാണ്. അപ്പം നോമ്പ് മുറിക്കുന്ന സമയമായി, ക്ഷീണം എന്തെങ്കിലും ബുദ്ധിമുട്ടും കാണും. അപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറോളം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം നല്ലതുപോലെ ടയേർഡാകും. അതുകൊണ്ട് ഇപ്പം നോമ്പ് വെച്ചിട്ടുള്ളവരാരും ചെയ്യേണ്ടതില്ല. അല്ലാത്തവർ ലൈവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. അത് ഞാൻ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കും. അത് കണ്ട് അരമണിക്കൂർ കൊണ്ട് അതേപോലെ ചെയ്ത് തീർക്കേണ്ടതില്ല. ഒരു സമയം എടുത്ത് ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ ചെയ്ത് നിർത്താൽ മതി. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വയറിന് വേണ്ടിയുള്ള എക്സസൈസ് ആയിരുന്നു ചെയ്തത്. ഇതിന്റെ ലിങ്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടുമോ നമുക്ക്? കിട്ടും. യൂട്യൂബിലുണ്ടായിരിക്കും. ട്രെയിനറുടെ അടുത്ത് പറഞ്ഞാൽ ട്രെയിനർ അയച്ചു തരുകയും ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ ട്രെയിനറുടെ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വയറിൻ്റെ എക്സസൈസ് ആയിരുന്നു ചെയ്തത്, വയറ് കുറയാൻ വേണ്ടിയുള്ളത്. ഈ പ്രാവശ്യം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിന് വേണ്ടി ചെയ്യാം. നമ്മൾ എപ്പോൾ എക്സസൈസ് ചെയ്താലും ഫസ്റ്റിലെ നമ്മൾ ഓരോ പാർട്ടിനും അല്ല ചെയ്യുന്നത്. നമ്മൾ ശരീരം ഫുള്ളൊന്ന് വാം ആവാൻ വേണ്ടി വാമപ്പ് എക്സസൈസുകൾ ചെയ്യും. അത് ചെറിയ ചെറിയ രീതിയിൽ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി. കൂടെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂടെ ചെയ്യുക, അല്ലാത്തവരുണ്ടെങ്കിൽ എപ്പോഴാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ആദ്യം കാണിക്കുന്നത് തല മുതൽ കാല് വരെ ചെയ്യുന്നതിനാണ് വാമപ്പ് എന്ന് പറയും. ശരീരം മുഴുവനൊന്ന് വാം ആവാൻ വേണ്ടി. കുറേ നാളുകൊണ്ട് നമ്മൾ എക്സസൈസോ ബോഡി അനങ്ങാതൊക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ ഒന്ന് അനങ്ങുന്നതായിരിക്കും. ഫസ്റ്റിലെ നമ്മൾ ഡമ്പലെടുത്ത് പൊക്കാനോ അല്ലെങ്കിൽ ഓരോ അവയവങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ നിൽക്കരുത്. ആദ്യം നമ്മൾ ശരീരം ഫുള്ളൊന്ന് വാമപ്പ് ചെയ്യുക. അതിനുശേഷം മാത്രം എക്സസൈസിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ വാമപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. എക്സസൈസ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയാലും ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ട് എടുക്കുക. അത് നമ്മുടെ വലത്തേക്കായിട്ട് തള്ളവിരൽ മൂക്കിന്റെ വെളിഭാഗത്ത് വെച്ചിട്ട് ബ്രീത്ത് ഇൻ, മുകളിലോട്ട് ശ്വാസം എടുക്കുക, പതുക്കെ വിടുക. Welcome to MC Music World. Bluetooth mode. Connected. ഓക്കെ. ബ്രീത്ത് ഇനും ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം കൈ ഈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കഴുത്ത് എന്ത് ചെയ്യാം, ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് പോലെ ഒരു 5 തവണ. ഓക്കെ. അതിനുശേഷം അതേ രീതിയിൽ തന്നെ ഇടത്തെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ വലത്തെ ഭാഗത്തേക്ക്, ഏത് ഭാഗത്താണോ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് 5 തവണ ചെയ്യുക. ഓക്കെ. ഏത് എക്സസൈസ് ചെയ്താലും ചെയ്യുന്ന സ്ഥലത്ത് മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദന, ഇപ്പൊ നടുവേദന ഉള്ളവരുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് എക്സസൈസ് വരുമ്പോൾ ചെയ്യേണ്ടതില്ല, സ്കിപ്പ് ചെയ്യാം. ചെയ്യാതിരുന്ന് ഇപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രം ബുദ്ധിമുട്ടോ വേദന എന്തെങ്കിലും വരുവാണെങ്കിൽ അത് കുഴപ്പമില്ല. ചെയ്ത് 2-3 ദിവസം കഴിയുമ്പോൾ ആ വേദന അങ്ങ് മാറിക്കോളും. ഇന്ന് ചിലപ്പോൾ നല്ലപോലെ എക്സസൈസ് ചെയ്ത് ബോഡി ടയേർഡ് ആയാലും നാളെ ആകുമ്പോഴത്തേന് ശരീരം മുഴുവൻ ഒരു വേദന വരാൻ സാധിക്കും. അത് വേദന ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ചെയ്യാതിരുന്ന് ചെയ്യുന്നതിന്റെ വേദനയാണ്. അത് 2 ദിവസം കഴിയുമ്പോൾ അത് മാറിക്കോളും. അല്ലാതെ അവിടെ മുമ്പ് എന്തെങ്കിലും വേദന ഉള്ളവരാണെങ്കിൽ എക്സസൈസ് ചെയ്യേണ്ടതില്ല. ആ ഭാഗത്ത് മാത്രം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ.
ഇനി കൈ മുമ്പിലോട്ട് വെക്കുക. എന്നിട്ട് ഈ ഭാഗം മുഴുവൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. ഈ ഭാഗം മാത്രം റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ തവണ ഒരു ഭാഗത്തേക്ക് ചെയ്യുക. അതേപോലെ തന്നെ തിരിച്ച് 5 Welcome to MC Music World. ഓപ്പോസിറ്റ് ഭാഗത്തേക്ക്. Bluetooth mode. ഓക്കെ, ശേഷം ഈ രണ്ട് കൈയും തോളിന്റെ പുറത്തേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, കൈ മുമ്പോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇതുപോലെ ഇത് ഒരു 10 തവണ ചെയ്യുക മുമ്പോട്ട്. അതുപോലെ തന്നെ പിന്നോട്ട് ഒരു 10 തവണ ചെയ്യുക. ഓക്കെ, ഓക്കെ. ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കൈ പിന്നിലേക്ക് പോകുമ്പോൾ ഈ ചെസ്റ്റിന്റെ ഭാഗം മാത്രം പോവുക. ബാക്കി ഭാഗങ്ങളൊക്കെ മുന്നിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ ഇതൊക്കെ എന്ത് ചെയ്യാൻ ഞാൻ പോകാം. ഓക്കെ, ഇതുപോലെ പോകാം. ഓക്കെ, ഇത് ഒരു സൈഡിലേക്ക് ചെയ്യുമ്പോൾ ഒന്നായിട്ട് കൂട്ടരുത്. രണ്ട് സൈഡോ ചെയ്യുമ്പോഴേ ഒന്നായിട്ട് കൂട്ടാം. അങ്ങനെ ഒരു 10 തവണ. ഓക്കെ, ഇതൊക്കെ ഡെയിലി ചെയ്യാവുന്നതാണ്. ഇത് വാമപ്പ് ആണ്. ഇത് ഡെയിലി ചെയ്യുന്നത് കുഴപ്പമില്ല. ഓക്കെ, അതിനുശേഷം വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെ വടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇതുപോലെ കൈ പിടിക്കുക. വടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കാല് കുറച്ച് വെക്കുക. എന്നിട്ട് അരയിൽ നിന്ന് ഈ ഭാഗം മാത്രം ഒരു സൈഡിലേക്ക് പോവുക. തിരിച്ച് ഈ ഭാഗത്തു നിന്ന് ഒരു സൈഡ് മാത്രം പോവുക. കാല് വളയേണ്ടതില്ല. ചെയ്തു തരാം, അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, ഇതുപോലെ തിരിച്ചു വരിക. ഓക്കെ, ഇത് രണ്ട് ഭാഗത്തേക്കും ചെയ്യുമ്പോഴാണ് ഒന്നായിട്ട് വരുന്നത്. അങ്ങനെ ഒരു 12 വട്ടം ചെയ്യും. അതായത് മൊത്തം 24 വട്ടം. ഇങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 ഇങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 24 വട്ടം ചെയ്യുക. ഇനി വടി എന്തെങ്കിലും ഇല്ല എങ്കിൽ കൈ എന്ത് ചെയ്യുക, കൈ ഇതുപോലെ പുറകിൽ കെട്ടി നിർത്തുക. കാല് നേരത്തെ വെച്ചതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുക. ഇതുപോലെ ബെൻഡ് ചെയ്യുക. ഓക്കെ, ഇത് ഒരു 24 തവണ. അതായത് ഇങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം 24 തവണ. രണ്ട് സൈഡോട് ചെയ്തിട്ട് ഒന്നായിട്ട് കൂട്ടുകയാണെങ്കിൽ 12 തവണ ചെയ്താൽ മതി. ഓക്കെ, ഇത് സൈഡിലെ വെല്ലിംഗ് പോയിന്റ് ഒക്കെ കുറയാൻ വേണ്ടി നല്ല യൂസ്ഫുൾ ആണ്. നല്ല വയറിന്റെ ഭാഗമൊക്കെ നല്ല ഇങ്ങനെ സ്ട്രെച്ച് ആവും ഈ എക്സസൈസ് ചെയ്യുന്നത്. ബോഡിക്ക് നല്ല യൂസ്ഫുൾ. അതിനുശേഷം കൈ ഇവിടെ തന്നെ വെക്കുക. കാല് കുറച്ച് അകത്തി വെച്ചിട്ട് ഈ അരഭാഗം മാത്രം റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പൊ ചെയ്ത് കാണിക്കുന്നത് നടുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടതില്ല. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു സൈഡിലോട്ട് 10 തവണയാണ് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ 10. ഓക്കെ, അതിനുശേഷം നമ്മുടെ കാല് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് മുട്ടിൽ കൈ പിടിക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മുട്ട് ബെൻഡ് ചെയ്യുക. നടു സ്ട്രൈറ്റ് ആക്കി വെക്കുക. ഈ മുട്ട് മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഒരു സൈഡിലേക്ക് 5 തവണയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും 5 തവണ. 10 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും 10 തവണ. ഓക്കെ, ഇതുപോലാണ്. മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചെയ്യരുത്. അല്ലാത്തവർ ചെയ്യുമ്പോൾ ചൊട്ടയൊക്കെ വീഴും. അത് കുഴപ്പമില്ല, ചെയ്യാതിരുന്ന് ചെയ്യുന്നതിന്റെയാണ്. അതിനുശേഷം കൈ കാല് ഇങ്ങോട്ടാക്കി ചെയ്ത് വെക്കുക ഇതുപോലെ. എന്നിട്ട് ഈ ഭാഗം അനക്കേണ്ടതില്ല. ഈ ഭാഗം മാത്രം അനക്കിയാൽ മതി. നേരത്തെ കൈ ചെയ്തതുപോലെ ഒരു സൈഡിലേക്ക്
റൊട്ടേറ്റ് ചെയ്യുക. ഇതൊരു 5 തവണയാണ് ഒരു സൈഡിലേക്ക് ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 5 തവണ ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഇടത്തേക്കാലും ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ചെയ്യുക. ഇത് ചെയ്യുന്നതൊക്കെ വാമപ്പാണ്, ഡെയിലി ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് സ്ട്രെച്ച് ആയി നിൽക്കുക. നമ്മുടെ കൈ മാക്സിമം താഴേക്ക് മുട്ടിക്കാൻ പറ്റുന്ന വരെ എന്ത് ചെയ്യാം, മുട്ടിക്കുക. അത് മുട്ട് വളയ്ക്കാതെ മുട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. കൈ സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് പോവുക. ഇതുപോലെ എവിടം വരെ മുട്ടിക്കാൻ പറ്റുമോ അവിടം വരെ മുട്ടിക്കുക. ഓക്കെ. അതിനുശേഷം ഈ 2 കൈയും കാലിന്റെ തള്ളവിരലിൽ ടച്ച് ചെയ്യുക. ഇതുപോലെ താഴെ ടച്ച് ചെയ്യുക. 2 തള്ളവിരലിൽ ചൂണ്ടുവിരലോട് ടച്ച് ചെയ്യുക. അതിനുശേഷം ബാക്കിലേക്ക് കൈ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ ടച്ച് ചെയ്യാൻ നോക്കുക. അതിനുശേഷം വന്നിട്ട് കൈ വെക്കുക, ബാക്കിലോട്ട് വളയുക. ഓക്കെ. ഇത് ഒരു 10 തവണ ാണ്. 1 2 3 4 1 2 3 4 2 3 4. ഓക്കെ. ഇതുപോലെ അത് ഡെയിലി ചെയ്യാം. ഇത് വാമപ്പാണ്. ഓക്കെ. കൈ താഴേക്ക് മുട്ടിക്കുക, തലവേദന ചൂണ്ടോട്ട് മുട്ടിക്കുക, ബാക്കിലേക്ക് കൈ കൊണ്ടുപോകുക, കൈ വെക്കുക, പെതുക്കുക, ബാക്കിലേക്ക് ബെൻഡ് ചെയ്യും. ഇത് ഡെയിലി ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. ഇത് ബോഡി സ്ട്രെച്ച് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. ശേഷം കാല് ഇതുപോലെ അകത്തി വെക്കുക. ഇടത്തെ കാലിലെ തള്ളവിരൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുക. അപ്പൊ തല കുറച്ച് മേളിലേക്ക് എന്ത് ചെയ്യാം, നോക്കുക. ഓക്കെ. ഇത് മൊത്തത്തില് 20 തവണ ചെയ്താൽ മതി. ഓക്കെ. ഇതുപോലെ ചെയ്യാം. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യേണ്ടതില്ല. വെയിറ്റ് ഒക്കെ ഓവറായിട്ടുള്ളവരുണ്ടെങ്കിൽ ശരീരം ആ ഭാഗങ്ങളിൽ നല്ല വേദന എടുക്കും. അപ്പോൾ പെതുക്കെ ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ചെയ്ത് ഇമ്പ്രൂവ് ആകുമ്പോൾ മാത്രം സ്പീഡിൽ ചെയ്താൽ മതി. ഓക്കെ. ശേഷം ഇനി വെരിക്കോസ് വെയിന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ തുടക്കി നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസ് ആണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെ നിൽക്കുക. നമ്മൾ കസേരയിൽ ഇരിക്കുന്നത് പോലെ പിന്നിലേക്ക് ഇരിക്കുക. ഓക്കെ. കൈ ഇങ്ങനെ വെക്കുക, കസേരയിൽ ഇരിക്കുന്നത് പോലെ പിന്നിലേക്ക് ഇരിക്കുക. ഓക്കെ. ഇങ്ങനെ ഇരിക്കാൻ. ഓക്കെ. അത് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ മുന്നിലോട്ട് പോകരുത്, ഇങ്ങനെ ഇരിക്കരുത്, ഓവർ മുന്നിലോട്ട് പോകരുത്, ചിലപ്പോൾ മറിഞ്ഞു വീഴും. നേരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നമ്മൾ കസേരയിൽ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ. എണ്ണിക്കുക. ഇതൊരു 12 തവണ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല കേട്ടോ. ഇത് കാലില് വെരിക്കോസ് വെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആണ്. നടുവേദന ഉള്ളവർ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി കാം മസിലിന് വേണ്ടിയുള്ള ഒരു എക്സസൈസ് ആണ്. ഇത് ഡെയിലി ചെയ്യാം. നമ്മൾ ഇതുപോലെ നിന്നിട്ട് നമ്മുടെ ഉപ്പൂറ്റി ഭാഗമൊക്കെ മുകളിലേക്ക് ഉയർത്തുക, വിരലിന്റെ ഭാഗങ്ങൾ താഴെ വെക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി. മേളിലേക്ക് പോകുന്ന സമയത്ത് ഒരു 3 സെക്കൻഡ് നിൽക്കാം. മേളിൽ ഹോൾഡ് ചെയ്ത് നിർത്തുക, പെതുക്കെ താഴെ വെക്കുക. ഇതുപോലെ ഹോൾഡ് ചെയ്ത് നിർത്തുക ഒരു 3 സെക്കൻഡ്, താഴെ വെക്കുക. ഓക്കെ. ഇതുപോലെ
ഓക്കെ. ഇത് കാഫ് മസിലിന് നല്ല യൂസ്ഫുൾ ആണ്. ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായാലും വേദന കാണും. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ്. അത് കുഴപ്പമില്ല, ചെയ്യൽ നിർത്തേണ്ടതില്ല. വേദന മുമ്പ് തീരെ ഉള്ളവരാണെങ്കിൽ ചെയ്യേണ്ടതില്ല. അല്ല ചെയ്ത് കഴിഞ്ഞാൽ പോലെ വേദന വരുന്നതാണെങ്കിൽ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് കുറഞ്ഞോളും. ഓക്കെ. ഇനി ജമ്പിങ് ജാക്സ് ആണ് അടുത്ത ചെയ്യുന്നത്. അത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചാടി ചെയ്യാൻ പറ്റില്ല. ജമ്പിങ് ജാക്സ് ഇത് ചാടി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചെയ്യാൻ എളുപ്പത്തിൽ കാല് ഇതുപോലെ വെക്കുക, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, തിരിച്ചു വരിക. ഓക്കെ, ഇത് ഒരു സൈഡിലേക്ക് ഒരു 10 തവണ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം അടുത്ത സൈഡിലേക്കും ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ സ്പീഡിൽ ചെയ്യാൻ പറ്റും നമുക്ക്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ സ്പീഡിൽ ഇതുപോലെ എക്സസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് അത് സ്പീഡായി കഴിയുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, ജമ്പ് ചെയ്ത് ചെയ്യാം. ചിലപ്പോൾ ആ സമയത്തും ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പ് എന്ത് ചെയ്യാം, കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ജമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നിൽക്കുന്നിടത്ത് തന്നെ നിന്നോണ്ട് ഒരു മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിങ്ങനെ ഒരു 1-2 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ജമ്പ് ചെയ്യാനായിട്ടൊന്ന് ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ഈ ചെയ്ത എക്സസൈസ് യഥാർത്ഥ രീതിയാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ജമ്പിങ് ജാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈം നമ്മൾ ചാടി ചെയ്യരുത്, ശരീരത്തിന് നല്ല ക്ഷീണം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം നമ്മൾ ഇതൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ചാടി ചെയ്യാം. ആദ്യം ചെയ്യുമ്പോൾ ഇതുപോലൊക്കെ ഇതൊക്കെ ചെയ്താൽ മതി. പിന്നെ കുറച്ച് നല്ല പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ മാത്രം സ്പീഡിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ എക്സസൈസും വയറിനും ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഇത് 12ന്റെ 3 സെറ്റ് ചെയ്യാം ഡെയിലി. ഒരു 12 തവണ ചെയ്ത് റെസ്റ്റ് എടുത്ത് ഒരു മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഒരു 12 സെറ്റ് ചെയ്യുക. അതിനുശേഷം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഒരു 12 സെറ്റ് ചെയ്യുക. ഓക്കെ, എപ്പോൾ ചെയ്താലും അരമണിക്കൂർ കൊണ്ടോ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി എക്സസൈസ് ഒരിക്കലും ചെയ്യരുത്. കാരണം ബോഡി ടയേർഡ് ആവും. അതുകൊണ്ട് നമ്മൾ എപ്പോൾ ചെയ്താലും സമയം എടുത്ത് റെസ്റ്റ് എടുത്ത് മാത്രമേ ചെയ്യാവുള്ളൂ. വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ശ്വാസമുട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ശ്വാസമുട്ടലൊക്കെ മാറിയതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. ഓക്കെ, അടുത്തത് ഹൈനി എന്ന് പറയും. നമ്മൾ ഈ കാലം എന്ത് ചെയ്യുക, ഒക്കെ ഈ കയ്യിൽ ടച്ച് ചെയ്യുക. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കുക, ഇതുപോലെ വെക്കുക, താഴെ വെക്കുക. ഓക്കെ, ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കൈ താഴെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യരുത്. കൈ ഇവിടെ തന്നെ വെക്കുക, കാല് കൊണ്ടുവന്ന് മാക്സിമം ടച്ച് ചെയ്യുക. ഓക്കെ, ഇതൊരു 2-3 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ അതിനുശേഷം അതും പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ ജമ്പ് ചെയ്ത് ചെയ്യാം. അപ്പോൾ കൈ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാ, ചാടി ഈ കാല് കയ്യിൽ ടച്ച് ചെയ്യുക. ഓക്കെ, ഇതും വയറ് കുറയ്ക്കാൻ പറ്റിയ എക്സസൈസ് ആണ്. 2 കാലോടെ ചെയ്യുമ്പോഴാണ് ഒന്നായിട്ട് കൂട്ടേണ്ടത്. അങ്ങനെ 12 തവണ 3 സെറ്റ് ചെയ്യുക. അതായത് 24-24-24ന്റെ 3 സെറ്റ് ചെയ്യുക. ഇതും വയറ് കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു എക്സസൈസ്. ഓക്കെ, അതിനുശേഷം വയറ് കുറയ്ക്കാൻ വേണ്ടി തന്നെയുള്ള എക്സസൈസ് ആണ്. നമുക്ക് അധികം ഉള്ളത് വയറ് തന്നെയാണ് എല്ലാവർക്കും. അതാണ് നമുക്ക് മെയിനായിട്ട് കുറയ്ക്കുകയും ചെയ്യേണ്ടത്. ഓക്കെ, കൈ ഇതുപോലെ പിന്നിൽ കെട്ടുക. ഓക്കെ, അതിനുശേഷം ഈ കാല് പൊക്കി ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോ ഈ കൈ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. ഞാൻ കാണിച്ചാൽ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുക. ഓക്കെ, ഓക്കെ. ഇതും വയറ് കുറയാൻ വേണ്ടിയുള്ളതാണ്. ഇത് രണ്ടെണ്ണം ചെയ്യുമ്പോൾ 12 24 ചെയ്യുക. അങ്ങനെ ഒരു 2 3 സെറ്റ് ചെയ്യാം. ഇതും വയറ് കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, ഇത് എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മാക്സിമം എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യുമ്പോൾ കൗണ്ട് കൂട്ടിയും കുറച്ചും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൗണ്ട് കുറയ്ക്കാം. ശ്വാസം മുട്ടലോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയതിനു ശേഷം മാത്രം ചെയ്യുക. ആ സൈഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ കഴുത്തിൽ എന്തെങ്കിലും വേദന ഉള്ളവരാണെങ്കിൽ കഴുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടതില്ല. നടുവേദന ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യേണ്ടതില്ല. ഏത് ഭാഗത്താണോ ബുദ്ധിമുട്ട് വരുന്നത് ആ എക്സസൈസ് ചെയ്യേണ്ടതില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വയറിന്റെ എക്സസൈസ് ആണ് കാണിച്ചു തന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഷോൾഡറിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഷോൾഡർ മസിലിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. വീട്ടിൽ ഡമ്പൽ ഉണ്ടെങ്കിൽ ഡമ്പൽ യൂസ് ചെയ്യാം. ഡമ്പൽ ഇല്ലെങ്കിൽ 1 ലിറ്ററിന്റെ അല്ലെങ്കിൽ 1.5 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിലിനകത്ത് വാട്ടിൽ നിറച്ചിട്ട് ഇതുപോലെ പിടിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ പിടിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അതേപോലെ താഴേക്ക് ഇറക്കുക. ഓക്കെ, ചെവിയുടെ അടം വരെ കൊണ്ടുവന്നാൽ മതി, താഴേക്ക് കൊണ്ടുപോകേണ്ടതില്ല. ഇവിടെ കൊണ്ടുവരിക, തിരിച്ച് മുകളിലേക്ക് ഉയർത്തുക. ഓക്കെ, ഇതും ഒരു 12ന്റെ 3 സെറ്റ് ചെയ്താൽ മതി. ഇതും ഷോൾഡറിന് വേണ്ടിയുള്ളതാണ്. ഇത് ഡെയിലി ചെയ്യേണ്ടതില്ല. ഓരോ അവയവത്തിന് വേണ്ടി കാണിച്ചു തരുന്ന എക്സസൈസ് ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ ചെയ്താൽ മതി. ഓരോ ആഴ്ചയിലും എല്ലാ ദിവസവും വാമപ്പ് ചെയ്യുക. ഓരോരോ ആഴ്ചയിൽ മാറി 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 ഓരോ അവയവത്തിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഷോൾഡറിന് വേണ്ടിയുള്ള ഫസ്റ്റ് എക്സസൈസ്. ഇത് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതൊരു 12ന്റെ 3 സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഡമ്പല് ഇതുപോലെ പിടിക്കുക. ഡമ്പല് അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ എന്താണോ ഉള്ളത്, വെയിറ്റ് ആയിട്ടുള്ളത്, അതിങ്ങനെ പിടിക്കുക. ഇത് ഓപ്പോസിറ്റ് ആയിട്ട് മേളിലേക്ക് ഉയർത്തുക. ഓക്കെ, അതിനുശേഷം അതുപോലെ തന്നെ തിരിച്ചറക്കുക. ഓക്കെ, ഇങ്ങനെ ഉയർത്തുക, തിരിച്ച് താഴ്ത്തുക. ഓക്കെ, ഇതും 12ന്റെ 3 സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതും 12ന്റെ 3 സെറ്റ് ചെയ്ത് ഷോൾഡറിന് വേണ്ടി തന്നെ ഉള്ളതാണ്. ഇനി അടുത്ത് കാണിക്കുന്നതും ഷോൾഡറിന് വേണ്ടിയുള്ളതാണ്. ഇത് ഡമ്പല് അല്ലെങ്കിൽ എന്താണോ ഉള്ളത് ഇങ്ങനെ പിടിക്കുക. അത് പിടിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കരുത്, കുറച്ച് കൈയടി ഉള്ള ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ മടക്കി പിടിക്കുക. ഓക്കെ, കൈ ഇങ്ങനെ പിടിക്കുക, ഇതുപോലെ പിടിക്കുക, മുന്നിലേക്ക് പൊക്കി 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിർത്തുക. ഇതൊക്കെ എന്ത് ചെയ്യാം, താഴേക്ക് ഇറക്കുക. ഓക്കെ, ഇറക്കുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യരുത്, ഇങ്ങനെ വെച്ചാൽ മതി. അത് ചെയ്യുമ്പോൾ കൈ മാത്രം ഇങ്ങനെ പോയാൽ മതി. ശരീരം മൊത്തത്തിൽ ഇങ്ങനെ ആട്ടി ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, വെക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഒരേപോലെ പിടിക്കുക. ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ഇതൊക്കെ താഴേക്ക് ഇറക്കുക. ഓക്കെ, ഓക്കെ, ഇതും ഷോൾഡറിന് വേണ്ടിയുള്ളതാണ്. അതിനുശേഷം ഇതും 12ന്റെ 3 സെറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അടുത്തത് ഇങ്ങനെ തന്നെ നിൽക്കുക, കുറച്ച് ബെൻഡ് ചെയ്യുക. ശരീരം ഇങ്ങനെ നിൽക്കുന്ന ശരീരം കുറച്ച് ബെൻഡ് ചെയ്യുക. ഈ കൈ നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഉയർത്തുക. ഓക്കെ, കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക, താഴെ കൊണ്ടുവരിക. കൊണ്ടുവരുമ്പോൾ ഇവിടെ വെക്കരുത്, കൊണ്ടുവന്ന് ഇവിടെ വരെ നിർത്തിയാൽ മതി. തിരിച്ചെന്ത് ചെയ്യുക, ഇതുപോലെ ഉയർത്തുക. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. കുറച്ച് ഹോൾഡ് ചെയ്യുക, കൈ ഇങ്ങനെ വെക്കുക. ഓക്കെ, 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ഇറക്കുക. ഓക്കെ, ഓക്കെ, ഇതും ഒരു 12ന്റെ 3 സെറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ നിന്നതുപോലെ തന്നെ കുറച്ച് ബെൻഡ് ചെയ്യുക.
നിന്നിട്ട് കൈ മാത്രം മുകളിലേക്ക് ഉയർത്തുക. കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് താഴേക്ക് ഇറക്കുക. അതുപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിൽക്കുക. നമ്മുടെ കൈ കൈയുടെ തോളിന്റെ ഭാഗം മാത്രം ഇതുപോലെ മേളിലേക്ക് കൊണ്ടുപോവുക, ഹോൾഡ് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഓക്കെ, ഓക്കെ, ഇതാണ് ഷോൾഡറിന് വേണ്ടിയുള്ള എക്സസൈസ്. ഇത്രയാണ് ഈ ആഴ്ച നമ്മൾ കാണിച്ചു തരുന്ന എക്സസൈസ്. നമ്മൾ ഇപ്പോൾ ചെയ്ത ഷോൾഡറിന് വേണ്ടി ചെയ്ത എക്സസൈസ് ഫസ്റ്റ് ചിലപ്പോൾ 1 ലിറ്ററിന്റെ വെള്ളമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഡമ്പൽ ചിലപ്പോൾ 2.5 ആയിരിക്കാം. പിന്നെ ചെയ്യുമ്പോൾ അത് 3 ആക്കുക, 5 ആക്കുക, 7.5 ആക്കുക, അങ്ങനെ വെയിറ്റ് കൂട്ടി കൂട്ടി എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യം കാണിച്ചു തന്ന മുതൽ കാല് വരെയുള്ള വാമപ്പ് എല്ലാ ദിവസവും ചെയ്യാം, കുഴപ്പമില്ല. അതിനുശേഷം ഓരോ അവയവത്തിനും കാണിച്ചു തന്നത് ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ മാത്രം ചെയ്താൽ മതി. നമുക്ക് അധികവും വയറാണ് കൂടുതലും ഉള്ളവർക്ക് വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ വയറിന് വേണ്ടിയുള്ള എക്സസൈസ് കഴിഞ്ഞ ആഴ്ച കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞാൽ അയച്ചു തരും. എല്ലാ ദിവസവും വയറിന് നമ്മൾ ചെയ്താൽ വയറ് കുറയത്തില്ല. ഏതൊരു അവയവത്തിനാണെങ്കിലും ചെയ്താൽ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 ദിവസം എന്ത് ചെയ്യുക, ആ അവയവം റിക്കവർ ആവാൻ വേണ്ടി സമയം കൊടുക്കുക. അപ്പം നമ്മൾ എല്ലാ ക്ലാസ്സിലും ഈ വിഷയങ്ങൾ പറയുന്നതാണ്, പുതിയതായിട്ട് വന്നവർ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ ഏതൊരു മസിൽ ഇപ്പം പറഞ്ഞോളൂ. ഡബിൾ ചിന്നുണ്ട്, ഡബിൾ ചിന്നിന് എന്തെങ്കിലും എക്സസൈസ് പറഞ്ഞുതരോ? കാണിച്ചു തരാം, അടുത്ത ആഴ്ച കാണിച്ചു തരാം. നമുക്ക് ഓരോ ആഴ്ച ഓരോന്നിനു വേണ്ടി കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ ഈ ആഴ്ച നമ്മൾ ഷോൾഡറിന് വേണ്ടി ചെയ്തു. ഇപ്പം ഇവിടെ കൊഴുപ്പ് അധികം ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ബൈസിൻ്റെ അവിടെ, അല്ലെങ്കിൽ വയറിൽ. ഇപ്പോൾ എല്ലാ ദിവസവും ഷോൾഡറിൽ കൊഴുപ്പാൻ വേണ്ടി എല്ലാ ദിവസവും എക്സസൈസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഈ എക്സസൈസ് വെയിറ്റ് പൊക്കി എടുത്തും എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് മസിൽ ഇങ്ങനെ ഇരിക്കുന്ന മസിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഉടയും. അത് വയറിലെ ആണെങ്കിലും ഏത് ഭാഗത്തെ ആണെങ്കിലും ഈ ഉടഞ്ഞ മസിലിനെ റിക്കവർ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. ആ പ്രോട്ടീൻ ചെന്നാലേ നമുക്ക് അവിടെ പുതിയ മസിലുകൾ വരുത്തുള്ളൂ. ഓക്കെ, ആ മസിൽ ചെന്നിട്ടാണ് ആ ഉടഞ്ഞ മാംസത്തിനെ റിക്കവർ ചെയ്തിട്ട് നമുക്ക് മസിൽ ബിൽഡിംഗ് തരുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഇത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ മാംസം ഇങ്ങനെ ഇരിക്കുന്നത് ഉടഞ്ഞുടഞ്ഞോടെ ഇങ്ങനെ പോത്തത് നമുക്കത് റിക്കവർ ആവത്തില്ല. അപ്പോൾ ഏതൊരു എക്സസൈസ് ചെയ്താലും 1-2 ദിവസം അതിന് കൊടുക്കുക, അതിനുശേഷം മാത്രം വീണ്ടും ചെയ്യാം. ഓക്കെ സാർ, ഞാനിന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്തതാണ്. ഓക്കെ, വയറ് കുറയാനുള്ള ഒരു ലിങ്ക് ഉണ്ടെന്നല്ല, അത് ഏത് ഗ്രൂപ്പിലൊക്കെ കൊടുക്കുന്നത്? അത് ട്രെയിനറിന്റെ അടുത്ത് ചോദിച്ചാൽ മതി, ട്രെയിനർ അയച്ചു തരും. മൈക്കൊന്ന് മൈക്കൊന്ന് ഓക്കെ, അത് ട്രെയിനറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ട്രെയിനർ ലിങ്ക് അയച്ചു തരും. കഴിഞ്ഞ ക്ലാസ്സിൽ വയറിന്റെ ആണ് കാണിച്ചു കൊടുത്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ആഴ്ചത്തെ എക്സസൈസിന്റെ ക്ലാസ് വരുന്നത്. ഈ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഡയറ്റിൻ്റെത് ചോദിക്കാം. ഈ എക്സസൈസിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. എത്ര സെറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പൊ ചോദിച്ചാൽ പറഞ്ഞുതരാം. അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഇവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും എക്സസൈസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. സാറേ, ഡെയിലി എക്സസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെയിലി വാമപ്പും ചെയ്യണോ, അതോ വാമപ്പ് ചെയ്യാതെ തന്നെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ വാമപ്പ് ചെയ്യാതെ തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാവും? ഇല്ല, എല്ലാ ദിവസവും വാമപ്പ് ചെയ്യണം. ചെയ്തതിന് ശേഷം മാത്രമേ എക്സസൈസ് ചെയ്യാവുള്ളൂ. ഓക്കെ, അല്ല, എന്റെ ഷോൾഡറിന് ഭയങ്കര പെയിൻ ആണ്. അപ്പൊ അത് ആ ഷോൾഡറിന്റെ എക്സസൈസ്, ആ ഷോൾഡറിന് മുമ്പേ ഉള്ള പെയിൻ ആണോ അത്? കുറച്ച് നാളായിട്ടുള്ള പെയിനാ. അങ്ങനെയാണെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ. ചെറിയ എന്തെങ്കിലും എക്സസൈസ് ചെയ്താൽ പെയിന് മാറുന്നത് വരെ അങ്ങനെ ചെറിയ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണോ? നമ്മൾ കാണിച്ചത് തന്നെ വെയിറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. അതല്ല, എക്സസൈസ് ചെയ്ത അത് ചെയ്യുന്നതുകൊണ്ട് അത് മാറാൻ ചാൻസ് ഉണ്ടോ? ആ പെയിൻ എക്സസൈസ് മാറാൻ സാധ്യത ഉണ്ട്. അവിടെ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഇനി എന്തെങ്കിലും എല്ലിന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് തന്നെ വീണ്ടും എക്സസൈസ് ചെയ്താൽ അത് കൂടാൻ സാധ്യത ഉണ്ടല്ലോ.
ഓക്കെ ശരി. ഓക്കെ. സാർ ഈ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യണ്ട. സാറ് പറഞ്ഞില്ല എന്നെ റിക്കവർ ആക്കാൻ. അപ്പൊ നമ്മൾ എങ്ങനെയാ ഒന്നിലോട്ട് എങ്ങനെയാ എക്സസൈസ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ വയറിന് വേണ്ടി ഇന്ന് ചെയ്താൽ നാളെയും ചെയ്യേണ്ടതില്ല, മറ്റന്നാളും ചെയ്യേണ്ടതില്ല. അതിന് ശേഷം മൂന്നാമത്തെ ദിവസം വീണ്ടും വയറിന് വേണ്ടി ചെയ്താൽ മതി. എല്ലാ ദിവസവും എന്ത് ചെയ്യുക, വാമപ്പ് ചെയ്യുക. നമ്മൾ തല മുതൽ കാല് വരെ കാണിച്ചത് എല്ലാ ദിവസവും ചെയ്യുക. അതിനുശേഷം ഇന്ന് നമ്മൾ വയറിനാണ് ചെയ്യുന്നതെങ്കിൽ നാളെ എന്ത് ചെയ്യുക, ഇന്ന് കാണിച്ചെന്നാൽ ഷോൾഡറിന് ചെയ്യുക. അതിനുശേഷം ബൈസിന് വേണ്ടിയുള്ളത് ചെയ്യുക. അതിനുശേഷം പിന്നെ ട്രൈസിന് വേണ്ടിയുള്ളതുണ്ട്, അത് ചെയ്യുക. പിന്നെ ഉള്ളത് ചെസ്റ്റിന് വേണ്ടിയുള്ള എക്സസൈസ് ഉണ്ട്, അത് ചെയ്യാം. അതിനുശേഷം ലെഗിന് വേണ്ടിയുള്ള എക്സസൈസ് ഉണ്ട്, അത് ചെയ്യാം. ഇങ്ങനെ ഓരോന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കലാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ സാർ. ഹലോ സാറേ. ഓക്കെ. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ, ഈ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ യൂറിൻ പോണ പോലെ, അപ്പൊ അത് എന്താ എങ്ങനെ? അത് എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട കേട്ടോ. നമുക്ക് ആ ആ ആ ഡയറ്റാണ് ഫോക്കസ് ചെയ്യേണ്ടത് മെയിനായിട്ട്. 80% നമ്മുടെ കോഴ്സിൽ ഡയറ്റാണ് വരുന്നത്, 20% മാത്രമേ എക്സസൈസ് വരുന്നുള്ളൂ. അത് ബോഡി ബൂസ്റ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ എക്സസൈസിൽ ഫോക്കസ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് വയറ് കുറയും എന്നുള്ളൊരു ധാരണ നമുക്ക് വേണ്ട. നമ്മൾ ഫുഡ് ഡയറ്റ് തന്നെയാണ് മെയിനായിട്ട് വേണ്ടത്. ഒരാൾക്ക് 2000 കലോറിയാണ് ശരീരത്തിന് വേണ്ടതെങ്കിൽ നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും അതിന് കാലറി ഡെഫിസിറ്റ് എന്ന് പറയും. നമ്മൾ ഏതൊരു ഭക്ഷണം എടുത്താലും അതിന് കലോറി എന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ എക്സസൈസ് ചെയ്താൽ നമുക്ക് വയറ് കുറയത്തില്ല. അപ്പം നമുക്ക് 2000 കലോറി ഒരാളുടെ ശരീരത്തിന് വേണം. ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൽ നിന്ന് 2000 കലോറി ഒരാളുടെ ശരീരത്തിൽ അയാൾ എല്ലാ ദിവസവും 2000 കലോറി തന്നെ കഴിക്കുന്നുള്ളൂ എങ്കിൽ എക്സസൈസ് ചെയ്താലും ഇല്ലെങ്കിലും അയാൾക്ക് വണ്ണം കൂടത്തുമില്ല കുറയത്തുമില്ല. 2000 കലോറി വേണ്ട ഒരാൾ 2000 തന്നെ കഴിക്കുകയാണെങ്കിൽ. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് 2000 കലോറി വേണ്ട ഒരാൾ 1600 കഴിക്കുക. ബാക്കിയുള്ള 400 കലോറിയാണ് ഫാറ്റ് ലോസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അത് നമ്മൾ എക്സസൈസ് ചെയ്തില്ല നമ്മുടെ വയറ് വണ്ണമൊക്കെ കുറഞ്ഞോളും. ഇനി 2000 കലോറി വേണ്ട ഒരാള് 2400 കലോറി ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ എക്സസൈസിന് പോകുന്നുണ്ടെങ്കിലും അയാൾക്ക് വയറ് കുറയത്തില്ല, വണ്ണം കുറയത്തില്ല. കാരണം കാലറിക്ക് മേളിലാണ് കഴിക്കുന്നത്. കൊണ്ട് നമ്മൾ എക്സസൈസിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്ത് ചെയ്യാം, ഡയറ്റിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, അടിവയറ് ഒത്തിരി ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ജമ്പിങ് ജാക്സ് ചെയ്യുന്നത് നല്ലതാണ്. എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രെയിനറിന്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. കഴുത്ത് വേദനക്കുള്ള എക്സസൈസ് പറഞ്ഞുതരോ? കഴുത്തിന് വേണ്ടി നമ്മൾ ആദ്യം കാണിച്ചില്ല, കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് ഡെയിലി ചെയ്താൽ മതി. അത് ചെയ്താലും കുറയുന്നില്ല. ഡിസ്ക് മസിലിന്റെ പ്രശ്നമാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ എക്സസൈസ് ഫോക്കസ് ചെയ്യേണ്ട കേട്ടോ. ഡിസ്കിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എക്സസൈസ് ഫോക്കസ് ചെയ്യേണ്ടതില്ല, ഡയറ്റ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് ഞാൻ ആദ്യം പറഞ്ഞത്. എന്തായാലും ആ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, ഓൾറെഡി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഇത്രയും നാളും എക്സസൈസ് ചെയ്ത് നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്ത് ശരീരം നന്നായി വിയർക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. വിയർത്ത് ശരീരം നന്നായി വിയർത്ത് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ഇപ്പൊ സാറ് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് സമയം എടുത്ത് അടുത്ത് ചെയ്യുള്ളൂ. അങ്ങനെയാണോ യഥാർത്ഥ രീതി? അങ്ങനെയായിരുന്നു? ശരീരം വിയർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം. ഇപ്പൊ ജിമ്മിൽ എല്ലായിടത്തും AC ആണ്. ആരും വിയർക്കത്തൊന്നുമില്ല. എല്ലാവരും എക്സസൈസ് ചെയ്തിട്ട് പോലാണ്. ശരീരം വിയർക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മുടെ ശരീരം എത്രയും വെയിറ്റ് എടുക്കുന്നു, നമ്മുടെ ശരീരം എത്രയും എനർജിക്ക് വേണ്ടി നമ്മുടെ ശരീരം എത്രയും കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലാതെ വിയർക്കുക എന്നുള്ളതല്ല. ഇപ്പൊ എല്ലാ ജിമ്മിലും AC വെച്ചിട്ടുണ്ട്. AC വെച്ചതുകൊണ്ട് ആരും വിയർക്കുന്നൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് തിരിച്ച് വീട്ടിലേക്കും പോകുന്നത്. ഓക്കെ, വിയർക്കുന്നതുകൊണ്ടല്ല. പണ്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു, വിയർത്ത് പോവുക. നമ്മൾ കഴിച്ച ഭക്ഷണം എന്ത് ചെയ്യുക, വിയർത്ത് പോവുക എന്ന് പറയും, കൊഴുപ്പൊക്കെ. അങ്ങനല്ല, നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. വിയർക്കാതിരിക്കുക. അത് ഓരോരുത്തരുടെ ശരീരമാണ്. ചിലർ എത്ര ചെയ്താലും വിയർക്കാത്തവരുണ്ട്. പക്ഷെ അവർ വണ്ണം കൂടിയവരായിരിക്കും, കുറഞ്ഞവരായിരിക്കും. വിയർക്കുന്നതിനല്ലല്ലോ കാര്യം. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ക്ലാസ്. നമ്മൾ ആദ്യം ചെയ്തത് മാത്രം എല്ലാ ദിവസവും ചെയ്യുക. നോമ്പ് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നോമ്പ് മുറിച്ച് ഭക്ഷണം എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചതിന് ശേഷം അരമണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സസൈസ് നല്ലപോലെ ചെയ്യുക. ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ രാവിലെ ചെയ്യേണ്ടതില്ല. ഓക്കെ, രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി വൈകുന്നേരം വരെ നമ്മൾ വെള്ളം പോലും കുടിക്കാതിരിക്കുന്നില്ല. നമ്മുടെ ബോഡി ടയേർഡ് ആകുന്നതുകൊണ്ട്. ഓക്കെ,
ശരിയാണ്. അതിൻ്റെ താങ്ക് യു. ഡിസ്പ്ലേ ഓഫ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് കഴിഞ്ഞില്ല കഴിഞ്ഞ അതെ